സിനിമയെ സ്ത്രീകൾ അവഗണിക്കുകയാണോ, മാറ്റി നിർത്തുകയാണോ, അതോ സ്ത്രീകളെ സിനിമ മാറ്റി നിർത്തുകയാണോ? ഈ ചർച്ചയാണ് നമുക്ക് ഇനി തുടരാനുള്ളത്. അതിൽ നിന്നും നമുക്ക് ഒരു ചെറിയ ബൈറ്റ് കാണാനുണ്ട്. അതിലേക്ക് അവരവരുടെ മനസ്സിലുള്ള ബ്ലോക്സ് തന്നെയാണ് ആദ്യത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഭയം, ആൾക്കാർക്ക് പോകാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരു നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ കൺസ്ട്രെയിൻറ്റ് തന്നെയാണ് ആദ്യത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ്. ഇപ്പോൾ എല്ലാവരും ഒരു ഗ്രാജുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോലിക്ക് ജോയിൻ ചെയ്ത ഉടനെ അവർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങും. ദേ ആർ മോർ ഫിനാൻഷ്യലി കംഫർട്ടബിൾ. പക്ഷേ സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ സിനിമയിൽ അതിൻ്റെതായ ഒരു പീരീഡ് ഉണ്ട്. നമ്മുടെ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സിനിമ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് സയൻസ് ഒക്കെയാണ് നമുക്ക് പല കോളേജിൽ നിന്നും പഠിച്ചുകൊണ്ട് വരിക. നമ്മുടെ സിഗ്നേച്ചർ വർക്ക് സ്റ്റൈൽ എന്താണെന്നുള്ളത് നമ്മുടെ വർക്കിൽ കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ടിൽ വി പ്രൂവ് ആ വർക്ക് ചിലപ്പം നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവാൻ പറ്റില്ല. ദർ മേ ബി ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട്സ്. നമുക്ക് സാധാരണ നമ്മൾ വീട്ടുകളിലുള്ള കംഫർട്ട് ഉണ്ടായിന്ന് വരുന്നില്ല. സോ ദാറ്റ് മൈറ്റ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ എ വുമൻ. 3, ഫാമിലിയിൽ നിന്ന് എല്ലാവരും ജോലി എടുക്കുകയാണ്. നീ ഇതുപോലെ സിനിമയുടെ പുറകെ കറങ്ങി നടക്കാൻ പറ്റില്ല. അതേപോലെ ലൊക്കേഷൻസിൽ പലയിടത്തും ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു കൺസ്ട്രെയിൻ. പക്ഷേ ദിസ് ഈസ് നോട്ട് ഫോർ പീപ്പിൾ ഹൂ ആർ ഡിറ്റർമിൻഡ്. ഇത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പം കിട്ടുന്ന കാരണങ്ങളാണ്. പക്ഷേ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പം ഇതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് തീരുകയാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ക്യാംഫർ, ഇറ്റ് ഇസ് സബ്ലൈംസ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നം. റോഷിനി മാഡത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു എലിമെൻ്റാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു സെറ്റ് ബാക്ക്, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഹഡിൽ, ചാടിക്കിടക്കേണ്ട ഏറ്റവും വലിയൊരു ഹഡിൽ എന്ന് പറയുന്ന മനസ്സിലത്തെ ആ ഒരു ഭയമാണെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു ഭയം ഒരു സ്വാഭാവികമായിട്ടും വളരെ ഒരു വോളറ്റൈൽ അല്ലെങ്കിൽ ഡൈനാമിക്, രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയെ പറയാം. പുരുഷനും സ്ത്രീക്കും ഉണ്ടാവും ഒരു പുതിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കടന്നു വരും. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭയത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഹഡിലിൻ്റെ ഹൈറ്റ്സ് കുറച്ച് കൂടുതലാണ്. ആണല്ലോ. കാര്യം ഐ തിങ്ക് സോ. കാര്യം ഒന്നാമത് വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് വി കം ഫ്രം എ ഹിസ്റ്ററി. ഇഫ് യു ലുക്ക് അറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ് വിത്ത് വിമൻ ഫോർ മെനി സെഞ്ച്വറീസ്, ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് സപ്പോസ് ടു ബി നമ്മുടെ ഫീൽഡല്ല. ടെക്നിക്കാലിറ്റി നമ്മുടെ ഫീൽഡല്ല, ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ഫീൽഡല്ല. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചു മുതൽ it may not happen to me, it may not have happened to her, but many girls are brought up thinking that they are inferior. That ആണാണ് ഏറ്റവും നല്ല ഒരു മിടുക്കൻ, മറ്റേ പെണ്ണ് കല്യാണം കഴിക്കാനും. സോ ആ ഒരു ബാഗേജ് ഉണ്ടല്ലോ, അത് ഓവർകം ചെയ്യാൻ it is not an easy thing. It's like colonization. ഇപ്പോൾ കോളനൈസേഷൻ ഓഫ് ദ മൈൻഡ് എന്ന് പറയല്ലേ, അത് തന്നെയാണ്. ദാറ്റ് യു ഹാവ് ഫോർ സെഞ്ച്വറീസ് ബിൻ ടോൾഡ് ദാറ്റ് യു ആർ നോട്ട് ആസ് ഗുഡ് ആസ് ദ മെയിൽ സെക്സ്. അതാണ് വൺ പ്രോബ്ലം. സെക്കൻഡ്ലി ഞാൻ കണ്ടത് ദാറ്റ് ദർ ഈസ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ബുള്ളിങ്. ഇപ്പോൾ ഞാനൊരു എഡിറ്ററാണ്, എനിക്ക് ടെക്നിക്കാലിറ്റി അറിയാം, എനിക്ക് 2 വയർ ചേർത്തിടാൻ അറിയാം, ഒരു മൂവിയോല അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ചെയ്യാൻ അറിയാം. പക്ഷേ always the assistant directors, many people think that you can't do it. So there is a lot of that kind of bullying. Technically ഇവർക്ക് അത്ര പറ്റത്തില്ലായിരിക്കും എന്ന ഒരു ഫീലിംഗ്. നല്ല എഡിറ്റർ ആയിരിക്കും, പക്ഷേ ഈ ടെക്നിക്കാലിറ്റിയൊക്കെ ഒരു so there are many there is some kind of bullying that happens in this male confidence വല്ലാണ്ട് affect ചെയ്യുന്ന kind of course it affects. ഞാൻ ആദ്യത്തെ 2-3 സിനിമ ഞാൻ ഓർക്കുന്നു, I was crying actually. കാര്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് will make you feel as if you don't know. എനിക്കറിയാം എഡിറ്റിംഗ്, എനിക്കറിയാം, എനിക്ക് ചെയ്യാനും അറിയാം, പക്ഷേ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, മെയിൽ ഓർ ഫീമെയിൽ, ദർ ഈസ് എ സെൻസ് എ ലോട്ട് ഇൻ ആ ഇൻഡസ്ട്രി. അൺഫോർച്ചുനേറ്റ്ലി ഈസ് ഓൾ മെയിൽസ്. They make you feel that you are less capable, not incapable, or less capable. So the struggle to prove all the time that you are better, you can, that struggle is very hard. So yeah, so it's 2 things. One is your own mind. ഞങ്ങളെ പുൾ ബാക്ക് ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഇത്. രണ്ടാമത്തെ ഈ അറ്റ്മോസ്ഫിയർ ദാറ്റ് ഡസൻറ്റ് എൻകറേജ് യു ടു സേ യെസ് യു ക്യാൻ ഡു ഇറ്റ്. ഐ തിങ്ക് സിനിമയിലെ ഈ ഒരു പ്രശ്നമുണ്ട് പെണ്ണുങ്ങൾക്ക്, എസ്പെഷ്യലി ഐ തിങ്ക് ഇൻ മലയാളം സിനിമ ഇറ്റ് ഈസ് ചേഞ്ചിങ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ബാലചേച്ചിയിലേക്ക് വരുമ്പം ഒരു കമേഴ്ഷ്യൽ ഫിലിം
മേക്കിംഗ് ലോകത്തിലേക്ക് വരുന്ന ആദ്യകാല സഹസംവിധായകന്മാരിൽ ഒരാളായിരുന്നു ചേച്ചി. ഡയറക്ടർഷിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരത്തിൽ ഇതേ പറഞ്ഞ ഒരു ഫേസ് ചേച്ചിക്കും കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടോ? എത്രയൊക്കെ പറഞ്ഞാലും സാധാരണഗതിയിൽ നമ്മളൊരു ഓഫീസിലൊക്കെ പോയിട്ടല്ലേ ജോലി ചെയ്യുക. ഇത് ആദ്യമായിട്ടൊക്കെ സിനിമയിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു ക്രൗഡ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു 300-400 പേര്. ഇവരെ മാനേജ് ചെയ്യേണ്ടത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ജോലിയാണ്. ഈ ക്രൗഡിൽ പല സ്വഭാവക്കാരുണ്ടാവാം, പല രീതികളുണ്ടാവും. എവിടെ നിന്നൊക്കെയോ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം. ഈ നമ്മൾ നേരിട്ട് എല്ലാ ദിവസവും മറ്റേ സിനിമയിൽ ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ ചെന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്കും ഭയം എന്ന് പറയുന്നത് ഈ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയമായിട്ട് ഇതിനകത്തുണ്ടാവും. പിന്നെ സ്ത്രീകൾ വരുമ്പോഴത്തേനും ഞാൻ അന്നൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവർ ഈ സിനിമ ചെയ്യുന്ന അവിടെ വരേക്ക് എത്തുന്നു. അത് പക്ഷേ ആൺകുട്ടികളാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹിപ്പിക്കലാണ് ബാക്കിയുള്ളവർ. ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഫിലിം കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ് അവർ സിനിമ ചെയ്ത് വരിക എന്നുള്ളത്. നമ്മൾ എന്ന് വേണമെങ്കിലും കൊഴിഞ്ഞു പോകാവുന്ന, ഡ്രോപ്പ് ഔട്ട് ആവാവുന്ന, ഇപ്പോൾ ചിലപ്പോൾ കല്യാണം എന്നുള്ള ഒരു സംഭവത്തിൽ തട്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു സംഭവത്തിൽ തട്ടിയിട്ടായിരിക്കാം. എന്ന് വേണമെങ്കിലും ഇത് നിർത്തിപ്പോവാവുന്ന ഒരാളുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തിനാ എന്നുള്ള തരത്തിൽ ഒരിക്കൽ പോലും ഇപ്പം കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും തന്നെ തോന്നാൻ തുടങ്ങി എന്ന് നമ്മൾ സിനിമ ചെയ്യൂല എന്ന്. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് നമ്മളെ പറ്റി പ്രതീക്ഷിക്കുന്നതും നമ്മൾ മാത്രം നമ്മളെ പറ്റി പ്രതീക്ഷിക്കുന്നതും തമ്മിൽ രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ഇന്നും ആരും ഞാൻ സിനിമ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഒഴിച്ച് അതിനകത്ത് ഒരു വിഷമം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് ആണുങ്ങളുടെ ലോകം ആവുമ്പം ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ് സിനിമയും. കുടുംബത്തിൽ ആൺകുട്ടിയെ പറ്റിയിട്ടുള്ള അത്രയ്ക്ക് പ്രതീക്ഷ ജോലിക്കാര്യത്തിൽ പെൺകുട്ടികളെ പറ്റി ആയി വരുന്നതേ ഉള്ളൂ. ഈ കുട്ടി ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഈ കുടുംബം നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പണ്ടൊന്നും തീരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒക്കെ ഇപ്പം അത് ഈ IT ഫീൽഡിലൊക്കെ വന്നപ്പോൾ മാറി മാറി വന്നിട്ടുണ്ട്. സിനിമയിൽ നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് തോന്നുന്നത് വെച്ചാൽ അയ്യോ ഒരാൾക്ക് പോലും ഞാൻ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്ത സ്ഥലത്ത് എത്ര കൊല്ലം നിങ്ങൾ ജോലി ചെയ്യുക, ആ ഒരു വിഷമം, ഭയം ആരും തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രൂവ് ചെയ്തു എന്ന് വെച്ചോളൂ, പിന്നെ ഒരു തരത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ ആരും സമ്മതിക്കില്ല. നമ്മൾ സിനിമയുടെ സാങ്കേതിക രംഗത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചുള്ള സംസാരം വരുമ്പോൾ തീർച്ചയായും നമുക്ക് കേൾക്കേണ്ട ഒരു ബൈറ്റാണ് ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ ഡബിങ്ങിനെ കുറിച്ചും മാഡം ഫേസ് ചെയ്തിട്ടുള്ള സിനിമാ യാത്രയും. നമുക്ക് അതിലേക്ക് പോകാം. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ഒരു പരിധിവരെ ഇപ്പം ഒട്ടുമിക്ക പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും ഈ ജോലിക്ക് വരുന്നവരെ പിടിച്ചു വലിക്കുന്ന വീട്ടുകാരുണ്ടാവും. ഒരു പറയും എത്ര നേരമായി ഈ ലേറ്റ് നൈറ്റൊക്കെ എന്തിനാണ് അവരുടെ കണ്ണിൽ പഴയ കാലം അത് അവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയും ആ കുടുംബത്തിൻ്റെ കെട്ടുപാടിൻ്റെയും സിനിമയിലേക്ക് വരാനുള്ളൊരു പാഷൻ്റെയും ഇടയ്ക്ക് കിടന്ന് ഏറ്റവും അധികം വീർപ്പ് മുട്ടുന്നത് ഈ പെണ്ണാണ്. അത് സ്വാഭാവികമായിട്ടും അവർക്ക് കുറേ കഴിയുമ്പോൾ അവർ മാനസികമായിട്ട് മടുക്കും. അതല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ആ ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സ് വിരലിൽ എണ്ണാവുന്നവർക്കേ ഉണ്ടാവുള്ളൂ. ഫൈനലി അവർ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സമൂഹം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പോലും അവരെ അംഗീകരിക്കുന്നത്. അവർ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ പലർക്കും അത് ടൈം എടുക്കും. ആ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിലെത്താനുള്ള ക്ഷമ പലപ്പോഴും പെൺകുട്ടികൾക്കും ഉണ്ടാവാറില്ല, വീട്ടുകാർക്കും ഉണ്ടാവാറില്ല. ഭാഗ്യലക്ഷ്മി മാഡം ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പരിമിതികൾ അല്ലെങ്കിൽ മറികടക്കേണ്ട പരിമിതികളുടെ എണ്ണം കൂടുതലാണ്.